കേരളത്തിലെ റേഷൻ കടകൾ പലപ്പോഴും വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അവർ പലപ്പോഴും സമരം ചെയ്യാൻ പോകും, സമരം ചെയ്യും, കുറച്ചു കാലം അടച്ചിടും. പിന്നെ അങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ ഈ പോസ്റ്റ് മെഷീനുകൾ തകരാറാവും, ആൾക്കാർക്ക് റേഷൻ കിട്ടാതെയാകും. അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും നീങ്ങി ഒന്നും മുന്നോട്ട് പോകാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ സിവിൽ സപ്ലൈസിൻ്റെ കീഴിലുള്ള റേഷൻ കടകൾ പോകുന്നത്. അവരിപ്പോൾ അടുത്ത നവംബർ 19 മുതൽ അവർ സമരം ചെയ്യും, ഈ റേഷൻ കടകൾ അടച്ചിട്ട് സമരം ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. എന്താണെന്നറിയാമോ? 2 മാസമായി വേതന ലഭിക്കാത്തതിൽ അവർ വിഷമമാണ്. അതുകൊണ്ടാണ് ആ ഒരു വിഷമത്തിലാണ് അവർ സമരം ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. നവംബർ 19 സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധിക്കുമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണയും നടത്തും. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടേതാണ് തീരുമാനം. എന്തായാലും ഒരു സംഘടനയുടേതല്ല, അവരുടെ എല്ലാ സംഘടനകളും ചേർന്നുള്ള ഒരു കോർഡിനേഷനാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. 1000 രൂപ ഉത്സവത്ത് നൽകാത്തതിലും റേഷൻ വ്യാപാരികൾക്ക് എതിർപ്പുണ്ട്. ഇതിനകം റേഷൻ വാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിക്കാൻ ഭക്ഷ്യവകുപ്പ് നീക്കം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഭക്ഷ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കരാറുകാരുമായി ഇന്ന് ചർച്ച നടത്തും. പക്ഷേ എത്രമാത്രം വിജയിക്കുമെന്നറിയില്ല. പൊതുവിൽ സിവിൽ സപ്ലൈസ് വല്ലാതെ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുന്നു. മാവേലി സ്റ്റോറുകളിൽ കൃത്യമായിട്ട് സാധനങ്ങൾ എത്താതായി. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു പണ്ടത്തെ ആ ഒരു മാവേലി സ്റ്റോറിൻ്റെ സുഭിക്ഷതയും ആ ഒരു ഐശ്വര്യവും ഇപ്പോഴും മാവേലി സ്റ്റോറിൽ കാണുന്നില്ല എന്ന് തന്നെയാണ് അവിടെ പോകുന്ന ആൾക്കാർ പലപ്പോഴും പറയാറുള്ളത്. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ മാവേലി സ്റ്റോറിനെ ആശ്രയിച്ച് എൻ്റെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന ആളാണ്. കാരണം എൻ്റെ വരുമാനം അത്രയ്ക്ക് ഉള്ളത് കൊണ്ട് ഞാൻ മാവേലി സ്റ്റോറിനെയാണ് ആശ്രയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ മാവേലി സ്റ്റോറിലോട്ട് പോകാറില്ല. ഒരിക്കൽ പോയപ്പോൾ വല്ലാതെ വിഷമം തോന്നി. കാരണം റാക്കുകൾ മുഴുവൻ ഇങ്ങനെ കാലിയായി കിടക്കുന്നത് കണ്ടു. ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഒരുതരം നിസ്സംഗമായ ഒരു മനോഭാവമായിരുന്നു. എന്ത് ചെയ്യും, ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാണ് അവരിയ്ക്കുന്നത്. ഇതാണ് അവസ്ഥ. എന്നാൽ റേഷൻ കടകൾ പലപ്പോഴും സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയമാണ്. ഞാനും റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങി ഉപയോഗിക്കുന്നവനാണ്. ഞാൻ പിന്നെ അത് മോശമായിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് റേഷൻ കടയിൽ അരി തന്നെയാണ് ഞാൻ ഇപ്പോഴും ചോറിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റേഷൻ കടകളിൽ സാധാരണക്കാരന് ആശ്രയം റേഷൻ കടകൾ എങ്കിലും നേരെ ചൊവ്വേ നടത്താൻ അവർക്ക് അവിടെ നടത്തുന്നവർക്ക് കൃത്യമായ വേതനം കൊടുക്കാനും കൃത്യമായ കമ്മീഷനും കൊടുക്കാനും ഒക്കെ ശ്രമിച്ച് അതിനെങ്കിലും നേരെ നടത്തിക്കൊണ്ടു പോകാൻ എന്തുകൊണ്ടാണ് ഈ സിവിൽ സപ്ലൈന് കഴിയാതെ പോകുന്നത്?